ഹലോ. എടോ കാലമാടാ തെമ്മാടി. ലോക തെണ്ടിയാടോ താൻ. അയ്യോ മതി നിർത്ത്. എന്തിനാ എന്നെ ഇങ്ങനെ തെറി പറയുന്നത്? താൻ ചെയ്ത കാര്യത്തിനുണ്ടല്ലോ തന്നെ തെറിവിളിക്കല്ല കൊല്ലാ വേണ്ടത്. തന്നെ കണ്ടം തുടനെ വെട്ടിക്കേറി അടുപ്പത്ത് വെക്കണം. അത്രയും വലിയ തെറ്റ് ഞാൻ എന്താണോ ചെയ്തത്? തന്നെ വിശ്വസിച്ച് തന്നോട് കൂടെ ചേർന്നപ്പോ താൻ ഞങ്ങളെ തന്നെ കൊല്ലം നോക്കുവല്ലടാ. ഞാനെന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറിൽ ബോംബ് അയക്കുന്നു. ഞാൻ ബോംബ് അയച്ചെന്നോ? ബോംബൊക്കെ ഞാൻ എങ്ങനെ അയക്കാനാ? ഒന്ന് നിർത്തടോ തന്റെ ഓഞ്ഞ ഡ്രാമ. അന്ന് അവര് ഞങ്ങളെ അടിക്കാൻ വന്നപ്പോ ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു. അവിടെ വന്നവരും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്ന് നിങ്ങൾ നേരിട്ട് ബോംബ് തന്നെ അയച്ചു അല്ലേ? അയ്യോ, ആ ബോംബും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. ഒരു ബന്ധുവല്ലെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ല. കൊറിയറിലുള്ള ഫ്രം അഡ്രസ് നിങ്ങളുടേതാ. നിങ്ങളാണ് ആ ബോംബ് അയച്ചത്. സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല മോളെ. തന്നെ കുറിച്ചുള്ള സത്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഭാസ്കരേട്ടനെ കളഞ്ഞിട്ട് തന്റെ കൂടെ ചേർന്നതിന് നല്ല പ്രതിഫലം താൻ എനിക്ക് തന്നത്. ഇനി ചത്താലും തന്നെ വിശ്വസിക്കില്ല. തന്നോട് ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും. തനിക്കിട്ട് നല്ല പണി തരുന്നുണ്ട്. നിങ്ങൾക്ക് വധശിക്ഷ വാങ്ങിത്തരും. തന്റെ പദവിയും പ്രശസ്തിയും ജീവനും ഒക്കെ പോവണോ? തന്നെ നാണം കെടുത്തി വലിച്ചടയ്ക്കും. എന്നോട് നിങ്ങൾ എന്താ ഗെയിം കളിക്കുവാണോ? ഞാൻ വിചാരിച്ചാൽ 2 മിനിറ്റിനകം നിങ്ങളുടെ തല വെട്ടിയെടുക്കും. കളി എന്നോട് വേണ്ട. ഇപ്പൊ താൻ തന്നെ സമ്മതിച്ചല്ലോ താൻ വലിയൊരു ഫ്രോഡാണെന്ന്. തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കണ്ടോ? നീ എന്ത് ചെയ്യൂടാ? ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. ഹലോ, എന്താ സാർ? വളരെ ദേഷ്യത്തിലാണല്ലോ സാർ. അവനെ കൊല്ലുമെന്നെങ്ങാനും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? അവരെ എന്നെയാണോ ഭീഷണിപ്പെടുത്തിയത്? എന്റെ അധികാരവും അഭിമാനവും ജീവനും എല്ലാം എടുക്കുന്നു. അവര് ചെറിയ കുട്ടികളല്ലേ, എന്തോ ആവേശത്തിൽ പറഞ്ഞതാ. സാർ ഇങ്ങനെ ചൂടായാൽ എങ്ങനെയാ? അവർക്ക് അത്ര ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ബോംബ് അയച്ചെന്നാ പറയുന്നത്. ഇതൊക്കെ ആ അഭിരാമിന്റെ പ്ലാൻ ആയിരിക്കും സാറേ. ശരിയാണ് പി എ. ആ 2 പേരെ അയക്കാൻ പ്ലാൻ ചെയ്ത പോലെ ഇതും അവൻ തന്നെ ആയിരിക്കും. അവരെ ഭയപ്പെടുത്തി അപ്രൂവറാക്കി മാറ്റി എന്നെ അറസ്റ്റ് ചെയ്യിക്കണമെന്ന് ആ അഭിറാം പ്ലാൻ ചെയ്തിരിക്കുന്നു. അഖിലിനെ ഫോൺ ചെയ്യും. വീണ്ടും എന്തിനാടോ തണ്ടി വീണ്ടും കോൾ ചെയ്യുന്നേ? ഇതാ സാറേ. ആ പാഴ്സൽ ബോംബ് കൊണ്ടുവന്നത് ആരാ? ഒരു കൊറിയർ ബോയ്. ഇതും നിന്റെ ചേട്ടൻ അഭിറാമിന്റെ പ്ലാൻ. നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ എല്ലാവരെയും ജയിലിലേക്ക് അയക്കണമെന്ന് കരുതുക. കള്ളം പറയാതോ. അബേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. താൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്ത കാര്യം ഏത്? നീ വെയിറ്റ് ചെയ്യക്കിൽ. അധികം താമസിയാതെ എല്ലാം നിനക്ക് മനസ്സിലാകും. ആരാണ് ഡ്രാമ കാണിക്കുന്നതെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആ കൊറിയർ കമ്പനിയെ കുറിച്ച് നീ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ശരി സാർ. എന്താടോ കുട്ടികൾക്ക് ദൃഷ്ടി ഒഴിയുന്നേ? ഇന്ന് നമ്മുടെ കീർത്തിക്ക് എന്ത് വലിയ ആപത്താ വരാനിരുന്നേ. നമുക്കൊരു ചെറിയൊരു ശ്രദ്ധയില്ലായ്മ വന്നിരുന്നെങ്കിൽ. കീർത്തി, അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. ഇതിനെല്ലാം കാരണം ആ MLA ആണ്. അവരെ ഞാൻ എത്രയും പെട്ടെന്ന് ഒതുക്കുന്നുണ്ട്. ഞാൻ അയാളെ അകത്താക്കും. നമ്മുടെ അഖിൽ സാറും കാർത്തിക മേഡവും നമ്മളെ സഹായിച്ചാല് ആ MLA നമുക്ക് ജയിലിലാക്കാൻ പറ്റും ചേട്ടാ.
ഓൾറെഡി അഖിൽ സാറിനും കാർത്തിക മാഡത്തിനും ആ MLA കാരണം ജീവൻ ആപത്താണെന്ന് മാതാജിയെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ആളുകളെ വിട്ട് ആക്രമിച്ച് പേടിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് പാർസൽ ബോംബ് വെച്ച് വീണ്ടും പേടിപ്പിച്ചിരിക്കുക. ഇതെല്ലാം MLA യുടെ പണിയാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അഖിൽ സാറും കാർത്തിക മാഡവും സത്യം പുറത്ത് പറയും. ഏട്ടൻ ജയിലിന് പുറത്തു വരികയും ചെയ്യും. അപ്പോ ഇതെല്ലാം അബീട്ടന്റെ പണിയായിരുന്നോ? നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഏട്ടാ, കാർത്തിക് നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടെന്നാ തോന്നുന്നേ. ചെന്ന് അഖിലിനോട് പറയുമോ എന്തോ? സോറി ഏട്ടാ, കാർത്തികമ്മയുടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ ഏട്ടാ? നമ്മുടെ പ്ലാൻ മൊത്തം വേസ്റ്റ് ആയ പോലെ തന്നെയാ. ഒന്നും സംഭവിക്കില്ല വസുന്ധര. ആ, നിങ്ങളൊരു കാര്യം ചെയ്യും. അഖിൽ, നമ്മളെ ചതിച്ചു. അതെ, ആ വൃത്തികെട്ട MLA ചിരിച്ചുകൊണ്ട് നമ്മളെ ചീറ്റ് ചെയ്തു. ചീറ്റ് ചെയ്തത് MLA അല്ല, നിന്റെ ചേട്ടനാ. എന്റെ ഏട്ടൻ എന്നെ എന്തിനാ ചീറ്റ് ചെയ്യുന്നേ? ആ വൃത്തികെട്ട MLA അല്ലേ നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ? അല്ല, അതെല്ലാം നിന്റെ ചേട്ടന്റെ പ്ലാൻ ആയിരുന്നു. MLA കാരണം നമ്മുടെ ലൈഫിന് ആപത്തുണ്ടെന്ന് മാതാജി പറഞ്ഞതും, അന്ന് രണ്ടുപേര് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തതും, ഇന്ന് കൊറിയറിൽ വന്ന ബോംബും, ഇതെല്ലാം നിന്റെ ചേട്ടന്റെ നാടകങ്ങളായിരുന്നു. നീ എന്തൊക്കെയാടി കാർത്തിക് പറയുന്നേ? നമ്മളെ വിരട്ടി പേടിപ്പിച്ച് അവരുടെ സൈഡിലാക്കി മാറ്റി MLAക്ക് എതിരായി സാക്ഷി പറയിപ്പിച്ച് നിന്റെ ചേട്ടൻ ഈ ഡ്രഗ് കേസിൽ നിന്നും പുറത്തു വരാൻ നോക്കുകയാണ്. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? മറ്റുള്ളവർ പറയുന്നത് ഞാൻ എന്തിനു വിശ്വസിക്കണം? നിന്റെ ചേട്ടനും ഏട്ടത്തെയും ആ ശംഭുവും പറയുന്നത് ഞാൻ കേട്ടു. ഛേ, ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് ഏട്ടന്റെ പ്ലാനാണെന്ന് അറിയാതെ ആ MLA ചീത്ത പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും കാർത്തിക? MLA അങ്കിളിന് ഒരുപാട് വിഷമായി കാണും. നമ്മളോട് നല്ല ദേഷ്യത്തിലുമായിരിക്കും. നമുക്കിനി ഒരു രൂപ പോലും തരില്ല. അമേരിക്കയിൽ പോകാനുള്ള ആഗ്രഹം സ്വപ്നമായി മാറും. ലൈഫ് ലോങ് നീ ഇഡ്ഡലിയും വിറ്റുകൊണ്ട് ഞാൻ പ്ലേറ്റും കഴുകിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചു തീർക്കാം. തുടങ്ങി. എന്താ മാഡം നിങ്ങൾ ഈ പറയുന്നത്? അതേ ശംഭു, നമ്മുടെ അഖിലിനും കാർത്തികയ്ക്കും ഏട്ടനോടാണോ അധികം വിശ്വാസം, അതോ ആ MLA അയാളോടാണോ വിശ്വാസം എന്ന് അറിയാൻ വേണ്ടിട്ട് നിന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞതാ. അങ്ങനെയാണോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നി മാഡം. അഭിരാം ചേട്ടൻ ചീപ്പായിട്ട് മാതാജിയെ കൊണ്ട് അങ്ങനെ പറയിക്കുമോ മാഡം? ആളുകളെ വിട്ട് ആക്രമിക്കുന്നത്, പാഴ്സൽ ബോംബ് അയക്കുന്നത്, ഇതൊക്കെ ഏട്ടനാണോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടന്റെ ക്യാരക്ടർ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോ അഖിൽ സാറും കാർത്തിക മാഡവും ആരോടാണ് കൂടുതൽ വിശ്വാസം എന്നറിയാൻ വേണ്ടി എന്നോടങ്ങനെ സംസാരിക്കാൻ പറഞ്ഞതാ. അതെ ശംഭു, അവർക്ക് എന്റെ ഏട്ടനെയാണ് വിശ്വാസമെങ്കിൽ വലിയൊരു ആപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ MLA വിശ്വാസം ഉള്ളൂ എന്ന് പറഞ്ഞാ വലിയ ആപത്തിലാ പെടാൻ പോകുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അഖിൽ സാറും കാർത്തിക മാഡവും MLAക്ക് ഫോൺ ചെയ്താലോ? ഇവര് ഫോൺ ചെയ്തത് പോട്ടെ, ആ MLA തന്നെ ഇവരെ ഫോൺ ചെയ്യാൻ പോവാ. ആ കൊറിയർ ബോയെ കൊന്നിട്ട് അങ്ങനെ ഒരു കമ്പനി ഇല്ലെന്ന് തന്നെ അയാൾ പറയും. ഇതെല്ലാം ഏട്ടന്റെ പ്ലാനാണെന്ന് പറഞ്ഞിട്ട് അവരെ പിന്നെയും വിശ്വസിപ്പിക്കും. പാവം അഖിൽ സാറും കാർത്തിക മാഡവും ആ MLA തന്നെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ പോലുള്ള ഏട്ടനെ വിശ്വസിച്ചാൽ എത്ര നന്നായിരിക്കും.
ഹീറോയെ തഴഞ്ഞിട്ട് വില്ലന്റെ പുറകെ പോകുന്നു. എന്താ കാർത്തിക ഇത്? ഇതെല്ലാം നമ്മൾ ആരെയെ കൂടുതൽ വിശ്വസിക്കുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ആ, അത് തന്നെയാ എന്റെയും ഡൗട്ട് അഖിൽ. ആ MLA ഫോൺ ചെയ്തപ്പോ കൊറിയർ ബോയെ കുറിച്ച് പറയുന്നല്ലേ പറഞ്ഞത്? അപ്പൊ തീരുമാനിക്കാം ആരാ വില്ലൻ എന്നും ആരാ ഹീറോ എന്നും. ഇല്ല മോളെ, അങ്ങനെ ഒരു കൊറിയർ കമ്പനി. ഓ, അങ്ങനെ ഒരു കമ്പനി ഇല്ലെന്ന് പറഞ്ഞു വരികയായിരിക്കും. എല്ലാം കെട്ടുകഥയാ അല്ലേ? ഓ, ഇതെല്ലാം എന്റെ ഏട്ടന്റെ ഡ്രാമയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കറക്റ്റ് അഖിൽ. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നെന്ന്. പ്ലാനിംഗ് ഒക്കെ ചെയ്തത് നിങ്ങളാ. കൊറിയർ ബോയിന്റെ കയ്യിൽ ബോംബ് അയച്ചു കൊടുത്തിട്ട് അവൻ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി അവന് പൊക്കിയല്ലേ. ഇപ്പൊ അങ്ങനെ ഒരു കമ്പനി ഇല്ലെന്ന് പറയുന്നു. ഡ്രഗ്സ് കേസിൽ ഏട്ടനെ അകത്താക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ എന്നെ കൊണ്ട് ഡ്രഗ്സ് കലർത്തിച്ചു. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങളെ കൊല്ലാൻ നോക്കും അല്ലടോ? ഇനി എത്ര പേര് ഇങ്ങനെ കൊല്ലു അങ്കിൾ? നിങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്ന എല്ലാവരെയും നിങ്ങൾ കൊല്ലുവോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല മോളെ, നീയാണ് സത്യം. മതി ആക്കോടെ തന്നെ നാടകം. ഇപ്പോഴല്ലേ 2 മിനിറ്റ് മുമ്പ് ഞങ്ങളുടെ തല വെട്ടിയെടുക്കുന്നു താൻ പറഞ്ഞത്? വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. നിങ്ങൾ എന്റെ മക്കളെ പോലെയാ. നിങ്ങളെ ഞാൻ എങ്ങനെ കൊല്ലും? അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ. ഇനിയും നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങളുമായിട്ട് കൂട്ടുചേർന്ന് ഞങ്ങൾ വലിയ തെറ്റാ ചെയ്ത. എന്റെ ഏട്ടനെ എടുത്തി വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത്. എന്റെ അമ്മയും അച്ഛനെ വരെ വേദനിപ്പിച്ചു. ഞങ്ങൾക്കിപ്പോ നല്ലൊരു പാടോ താൻ തന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ പോലീസിന്റെ അടുത്ത് പോയി നിങ്ങൾ ചെയ്ത തെറ്റും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ച തെറ്റും ആ ഡ്രഗ് കലർത്തിയതും ചേർത്ത് എല്ലാം പറയാൻ പോവുക. വേണ്ട മോളെ, അയ്യോ അങ്ങനെയൊന്നും പറയരുത്. ആവശ്യമില്ലാതെ എല്ലാവരും കുടുങ്ങും. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഏട്ടൻ പുറത്തു കൊണ്ടുവരും. താൻ ജയിലിലേക്ക് പോകാൻ പോവാടോ? അവിടുത്തെ ഗോതമ്പുണ്ട് കഴിക്കും. ഞാൻ പറയുന്നത് കേൾക്കഖിൽ. ഇതെല്ലാം നിന്റെ ചേട്ടന്റെ പ്ലാനാ. നമ്മൾ എല്ലാവരും ജയിലിലേക്ക് പോകും. ഞങ്ങളുടെ ചേട്ടൻ നിങ്ങളെ പോലെ ഒരു വൃത്തിയുടെ ജന്മമല്ല. ഞങ്ങളെ കൊണ്ട് കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തിച്ചു. ഇനി മുതൽ നിങ്ങൾ പട്ടിണി കിടക്കും. നിങ്ങൾ ചെയ്ത പാപത്തിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഹലോ, പ്ലാൻ സക്സസ് ആയി. പക്ഷേ അഖിലിനും കാർത്തിക് ശിക്ഷ കിട്ടുമല്ലോ. അവരെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക?
എന്താടോ ഇവരിങ്ങനെ പെട്ടെന്ന് കാല് മാറിക്കളഞ്ഞല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചപ്പോ എന്നെ പിറകിൽ നിന്ന് കുത്തിയിട്ട് ആ അഭിറാമിന്റെ കൂടെ പോയിരിക്കുന്നു. വിശ്വാസവഞ്ചന, പിന്നിൽ നിന്ന് കുത്തുക, കക്ഷി മാറുന്നതിനെ പറ്റി സാറാണോ പറയുന്നത്? ഇതുവരെ എത്ര കക്ഷികള്, എത്ര കൊടികൾ മാറി. മിണ്ടായിരിക്കണോ? ആ അഖിലും കാർത്തികയും അപ്രൂവറായി മാറി എനിക്കെതിരെ പോലീസിനോട് സാക്ഷി പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകും? എന്താകും? സാറ് ജയിലിൽ പോയി ഗോതമ്പുണ്ട കഴിക്കും. എന്താടാ നിന്റെ വായിൽ നിന്നൊരു നല്ല വാക്കും വരില്ലേ? എപ്പോഴും ഞാൻ ചത്തുപോണെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ജയിലിൽ പോയാൽ നിനക്ക് എന്താണ് ലാഭം? നിങ്ങൾ ബിനാമി പേരിൽ എന്റെ പേരിൽ വച്ചേക്കുന്ന സ്വത്ത് മുഴുവൻ എനിക്ക് സ്വന്തമാവില്ലേ? സോറി സാർ, അവര് വന്നു കഴിഞ്ഞു. ആരാടോ? അഖിലും കാർത്തികയാണോ? ഇല്ല സാർ, പോലീസ്. വരൂ ഇൻസ്പെക്ടർ സാർ. എന്നെ കാണാൻ വന്നതാണോ? താങ്ക് യു. സോറി സാർ, പിന്നെ ഞാൻ താങ്കളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. ആ? ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നേ? ഞാൻ എന്ത് കുറ്റം ചെയ്തു? പറയൂ സാറേ, എന്റെ MLA സാർ എന്ത് കുറ്റമാ ചെയ്തത്? അഭിരാമ അന്നദാനം നടത്തുമ്പോ ആ ഭക്ഷണത്തില് MLA സാറ് ഡ്രഗ്സ് കലർത്തിയതിനെ വെച്ചോളൂ. ആ കാര്യങ്ങൾ അഖിലും കാർത്തികയും നിങ്ങളോട് പറഞ്ഞ് അപ്രൂവറായി മാറിയെന്ന് വെച്ചോളൂ. അതിനുവേണ്ടി എന്റെ MLA സാറിനെ അറസ്റ്റ് ചെയ്യൂ. കയ്യിൽ വിലങ്ങ് വെച്ച് വലിച്ചോണ്ട് പോവോ? കാലോടിഞ്ഞിരിക്കടത്തുള്ള കരുണ പോലും ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മനുഷ്യരാണോ അതോ രാക്ഷസനാണോ? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? താങ്കളുടെ PA പറഞ്ഞത് കറക്റ്റാണ് സാർ. വരൂ സ്റ്റേഷനിലേക്ക്. കോൺസ്റ്റബിൾസ്, കയ്യിൽ വിലങ്ങ് വയ്ക്കൂ. എന്താ എന്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നു? എന്നോട് കളിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുകയോ സൈ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ സ്റ്റേഷനിലേക്ക് നടക്ക്. വരാനാ പറഞ്ഞത്. അടുത്ത കാലോടിയും. അയ്യോ വിടണേ, എന്നെ വിടാൻ. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ വിടാൻ. എനിക്ക് കാലുവേദനയാ. വിടണേ സാർ. വിടാൻ. മാറി നിൽക്ക്. എന്തിനാ സാർ ഇങ്ങനെ നടന്ന് നിലവിളിക്കുന്നേ? ഇത് സ്വപ്നമായിരുന്നോ? അപ്പോ പോലീസ് ഇങ്ങോട്ട് വന്നില്ലേ? എന്നെ അറസ്റ്റ് ചെയ്തില്ലേ? അതിന് ഇനിയും സമയമുണ്ട് സാറേ. ആ? ഇപ്പൊ കുറച്ചായിട്ട് പകൽ സ്വപ്നം കാണുന്നത് കൂടുതലാ. ആ സ്വപ്നം സത്യമാവാൻ പാടില്ല. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അഖിലിനെയും കാർത്തികയും കൂട്ടിക്കൊണ്ട് അഭിറാം പോലീസിനെ കാണുന്നതിന് മുമ്പ് അവരെ തടയണം. എങ്ങനെ ചെയ്യാം? രണ്ടെണ്ണം അടിച്ചാൽ സാറിന് എന്തെങ്കിലും കിട്ടും. ഏട്ടാ, ഐ എം സോറി ഏട്ടാ. ഞങ്ങളോട് ക്ഷമിക്കേട്ടത്തി. എന്തിനാ കാർത്തിക? അതിന് നിങ്ങൾ എന്താ ചെയ്തേ? ആ MLA വാക്കം കേട്ടുകൊണ്ട് ഏട്ടനെ എടുത്തി ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ അന്ന് ആ MLA ഞങ്ങളെ കൊണ്ട് ഭക്ഷണത്തിൽ ഡ്രഗ് കലർത്തിപ്പിച്ചു. അപ്പോ
അന്ന് ഭക്ഷണത്തിൽ കെമിക്കൽ കലർത്തിയത് നിങ്ങളാണല്ലേ? അഭിക്കും വസുവിനും ദ്രോഹം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? തെറ്റ് പറ്റിപ്പോയി അമ്മേ. ഞങ്ങളെ കൊണ്ട് ആ MLA ഒരുപാട് തെറ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോ ഞങ്ങളെ തന്നെ കൊല്ലാൻ നോക്ക.